ഹലോ മൈ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ക്ലബിന്റെ പ്രതിബദ്ധത ഉറപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ 18-കാരനായിട്ടുള്ള ഫോർവേഡ് കുറോ സിംഗിന്റെ കരാർ 2029 വരെ നീട്ടിയിരിക്കുന്നു. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് കുറോ സിംഗ് ടിൽ 2029. ഇതൊരു നല്ല നീക്കമായിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരടക്കം ഇപ്പോൾ ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നൊരു സമയമാണ്. അങ്ങനെ ഒരു സമയത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കുറോ സിംഗിന്റെ കരാർ നീട്ടിയിരിക്കുന്നത്. നല്ല ടാലന്റ് ഉള്ള പ്ലെയർ ആയിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരടക്കം ഈ ഒരു യുവതാരത്തെ കണക്കാക്കിയിട്ടുള്ളതും. ഏതായാലും AFC Under-17 ഏഷ്യൻ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് 2023 ഓഗസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നത് കുറോ സിംഗ്. ഈ ഒരു സീസണിൽ തന്നെ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ തന്നെ ISL തന്റെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു അസിസ്റ്റൊക്കെ ചെക്കൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള പ്രീമിയർ ലീഗിലെ റിസർവ് ടീമിൽ തുടങ്ങിയ താരമാണ് കുറോ സിംഗ്. അരങ്ങേറ്റത്തിൽ തന്നെ സ്കോർ ചെയ്യുകയും പിന്നാലെ സീനിയർ ടീമിൽ ഇടം നേടുകയും ചെയ്തു. 2024 ജനുവരിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ കളിക്കാരനായി കൊണ്ട് കുറോ സിംഗ് മാറുന്നതും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ISL സീസണിൽ 5 മത്സരങ്ങളിൽ നിന്ന് 2 അസിസ്റ്റുകൾ താരം സ്വന്തമാക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ഏതായാലും 2029 വരെ കുറോ സിംഗ് എന്ന യുവതാരത്തിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് നീട്ടിയിരിക്കുന്നു. കുറോ സിംഗിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ക്ലബ് ഹാസ് ഗ്രേറ്റ്ലി സപ്പോർട്ടഡ് മൈ ഗ്രൗത്ത് ആസ് എ ഫുട്ബോളർ. ഈ ടീമിനും അതിന്റെ അവിശ്വസനീയമായിട്ടുള്ള ആരാധകർക്കും വേണ്ടി തുടർന്നും കളിക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. തീർച്ചയായിട്ടും ഒരുമിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി യുവതാരം കരാർ ഒപ്പുവെച്ച ശേഷം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.